ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ വളരെ മനോഹരമായ വിവരണത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പത്തൊമ്പതാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ വിവാഹം എന്ന പ്രതീകത്തിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷ സമാഗതമാകുന്നത് വിവരിക്കുന്നു. പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രതീകമാണ് വിവാഹത്തിൻ്റേത്. ദൈവ മനുഷ്യബന്ധത്തെ സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രതീകം. ദൈവത്തിന് അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോടുള്ള ആ കരുതലും സ്നേഹവും അതുപോലെ തന്നെ തിരിച്ച് കാണിക്കേണ്ട ആ വിശ്വസ്തതയും ഈ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പലപ്പോഴും ഈ പ്രതീകം എടുത്തുകൊണ്ട് വഴിതെറ്റിപ്പോകുന്ന ഇസ്രായേലിന് വേശ്യയായിട്ടും വീണ്ടും വഴിതെറ്റിപ്പോയെങ്കിലും തിരികെ തന്നിലേക്ക് വിളിക്കുന്ന ആ ദൈവത്തെയുമൊക്കെ ഈ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. വെളിപാട് ഗ്രന്ഥകാരൻ ദൈവത്തിൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുന്ന ഈ രക്ഷ അവതരിപ്പിക്കുവാനായിട്ട് ഈ വിവാഹത്തിൻ്റെ പ്രതീകം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാക്യത്തിലെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. നമുക്ക് ആനന്ദിക്കാം, സന്തോഷിച്ചുല്ലസിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു, അവിടുത്തെ മണവാട്ടി സ്വയം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹമെന്ന പ്രതീകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ആ പ്രതീകം പഴയ നിയമത്തിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല പുതിയ നിയമത്തിലും ഈ പ്രതീകം എടുത്തിട്ടുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുവാനും ഈ പ്രതീകം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രതീകത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗ്രന്ഥകാരൻ കുഞ്ഞാടിൻ്റെ വിവാഹത്തെ അവതരിപ്പിക്കുന്നു. അപ്പോൾ കുഞ്ഞാടിനോട് വിശ്വസ്തത പുലർത്തുന്ന ആ ദൈവജനമാണ് ഇവിടെ പശ്ചാത്തലമായിട്ടുള്ളത്. 14-ാമത്തെ അധ്യായത്തിൽ, വെളിപാട് 14-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന ആ ജനത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വിശേഷിപ്പിക്കുന്നത് അവർ പാർത്തനോയ്, കന്യകകൾ, ബ്രഹ്മചാരികൾ ആണ് എന്നാണ്. അപ്പോൾ അവർ പുലർത്തേണ്ട ആ ഒരു കന്മഷമില്ലാത്ത അവരുടെ ആ സ്വഭാവം, പെരുമാറ്റം, അതാണ് ഇവിടെ അർത്ഥമാക്കുക. ഇനി കുഞ്ഞാടിനെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞ് പിന്നീട് തുടർന്ന് ഇവിടെ നമ്മൾ കാണുന്നത് കുഞ്ഞാട് കുതിരപ്പുറത്ത് വരുന്നതാണ്. കുതിരപ്പുറത്ത് കയറി വരുന്ന ക്രിസ്തുവിനെയാണ് പിന്നീട് അവതരിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വിരോധാഭാസം ഉള്ളതായിട്ട് നമുക്ക് തോന്നാം. കാരണം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ ആ വരൻ യുദ്ധത്തിനായിട്ട് പോവുകയാണ്. സാധാരണ വിവാഹത്തിൻ്റെ സമയത്ത് ആരെയും യുദ്ധസേവനത്തിനായിട്ട് അയക്കാറില്ല. അപ്പോൾ ഒരു അർത്ഥം ഇതൊരു രാജകീയ വിവാഹമാണ് എന്നതായിരിക്കും. അപ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന ഒരു രാജാവിൻ്റെ പ്രതീകമായിട്ട് കണ്ട് ഇതൊരു രാജകീയ വിവാഹമായിട്ട് കാണാം. ഇനി ഈ മണവാളനായ ആ ക്രിസ്തു വിശ്വസ്തനും സത്യവാനുമാണ്, അത് നമ്മൾ കാണുന്നുണ്ട്. ഇനി അവിടുത്തെ ആ വിശ്വസ്തതയും അവിടുത്തെ വാഗ്ദാനങ്ങളുടെ വിശ്വസ്തതയൊക്കെ പ്രകടിപ്പിക്കുന്നത് തൻ്റെ ആ കുരിശുമരണം വഴി തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ചിന്തിയ ആ രക്തം വഴി തന്നെയാണ് അവിടുന്ന് തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ കുഞ്ഞാട് യുദ്ധത്തിന് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ സാധാരണ യഹൂദർ വിവാഹം കഴിഞ്ഞ ഉടനെ യുദ്ധത്തിന് പോകാറില്ല. നിയമാവർത്തനം 24-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ റോമൻ പാരമ്പര്യത്തിലാണെങ്കിൽ സൈന്യസേവനം കഴിയുന്നതുവരെ വിവാഹവും നിഷിദ്ധമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വിവാഹത്തിൻ്റെ പ്രതീകം എടുത്തുകൊണ്ട് ഇവിടെ യുദ്ധത്തിനായിട്ട് പോകുന്ന ആ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം?
അത് മിക്കവാറും താൻ യുദ്ധത്തിന് പോയി താൻ രക്ഷ ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു എന്നുള്ളതായിരിക്കാം ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയുടെ ഉറപ്പ് അത് വ്യക്തമാക്കാൻ വേണ്ടിയായിരിക്കാം കുഞ്ഞാട് ഇവിടെ യുദ്ധത്തിന് പോകുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി ഈ വിവാഹത്തിൻ്റെ ഉപമ നമുക്ക് ശിഷ്യത്വത്തോടും നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ ശിഷ്യത്വം എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അത് യേശുവിനോടൊത്തുള്ള ജീവിതം തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ആ യേശുവിനോടുള്ള വിശ്വസ്തത തന്നെയാണ്. അപ്പോൾ ഒരു വൈവാഹിക ബന്ധത്തിൽ എന്ന പോലെയുള്ള ആ വിശ്വസ്തത, ആ സ്നേഹം, അത് അഭംഗരം കാത്തു പരിപാലിക്കുവാനായിട്ട് ദൈവജനം കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 14-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവരെ കന്യകകൾ എന്ന് യോഹന്നാൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കന്യകകൾ എന്ന് പറയുമ്പോൾ അവർ വ്യാജ ആരാധനയിൽ നിന്ന് അകന്നിരിക്കണം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. വെളിപാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം അത് തന്നെയാണല്ലോ, വ്യാജ ആരാധന. അപ്പോൾ ജനം വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു. അപ്പോൾ അവരിൽ നിന്ന് ആ വ്യാജ ദേവതകളിൽ നിന്ന് തിരികെ യഥാർത്ഥ ദൈവത്തിലേക്ക് വരിക എന്നതാണ് രക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്രിസ്തു ശിഷ്യർ ഈ വ്യാജ ആരാധനയിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് വ്യംഗ്യം. ഇനി പൗലോസ് ലിഹയും നേരെ സൂചിപ്പിച്ചതുപോലെ വിവാഹ പ്രതീകം ശിഷ്യത്വത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹ പ്രതീകം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പ്രതീകമാണ്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. ഇനി ഈ യേശുവിനോട് കൂടിയായിരിക്കുന്ന ആ ദൈവജനത്തെ കുറിച്ച് അടുത്ത് പറയുന്ന വാക്യം, മണവാട്ടി സ്വയം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. മണവാട്ടി സ്വയം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ഇനി തുടർന്ന് പറയുന്ന ഭാഗത്ത് 2 വ്യത്യസ്ത ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷയെക്കുറിച്ചുള്ള 2 വ്യത്യസ്ത സമീപനങ്ങളാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ മണവാട്ടി എന്ന് പറയുമ്പോൾ അത് ബാബിലോൺ എന്ന് പറയുന്ന വേശ്യയുടെ മറുരൂപമാണ്. അപ്പോൾ വെളിപാടിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 വളരെ പ്രധാനപ്പെട്ട പ്രതീകങ്ങളാണ് വേശ്യയുടെ പ്രതീകവും മണവാട്ടിയുടെ പ്രതീകവും. വ്യാജ ആരാധനയുടെ പിന്നാലെ പോകുന്നവരാണ് വേശ്യകൾ. ഇനി യഥാർത്ഥ ദൈവത്തോടു കൂടിയായിരിക്കുന്നവർ, യഥാർത്ഥ വിശ്വാസത്തിലായിരിക്കുന്നവർ, അവരെയാണ് മണവാട്ടി എന്ന പ്രതീകം വഴി വിശേഷിപ്പിക്കുക. അപ്പോൾ വൈവാഹിക പ്രതീകം ദൈവവും ജനവുമായിട്ടുള്ള ബന്ധത്തെ അവതരിപ്പിക്കുന്നു. ഇനി ഇവിടെ മണവാട്ടി എന്ന് പറയുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ഇവിടെയും ഈ പദം അല്പം ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മണവാട്ടി എന്നാണ് ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അത് ഗുണേ എന്നാണ്. ഗുണേ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഭാര്യ എന്നാണ്. മണവാട്ടി എന്നാണെങ്കിൽ ന്യൂംഫെ എന്നാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭാര്യ എന്നുള്ള പദം തന്നെയാണ്. പക്ഷേ ഇവിടെ മലയാള പരിഭാഷയിൽ ഇവിടെ മണവാട്ടി അതാണ് ഇവിടെ ആ സാഹചര്യത്തിന് ഇണങ്ങുന്ന പദം, അതുകൊണ്ട് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മാത്രം. ഇനി ഇവിടെ ഗുണേ എന്ന പദം ഉപയോഗിക്കുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ അത് അത്ര പ്രശ്നമുള്ള കാര്യവുമല്ല. കാരണം യഹൂദർക്ക് വിവാഹ വാഗ്ദാനം കഴിഞ്ഞാൽ അവരെയൊക്കെ ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണേ എന്നുള്ള പദവും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഈ മണവാട്ടിമാർ. അപ്പോൾ ആ വിവാഹ വാഗ്ദാനം കഴിഞ്ഞാൽ അവർ നൈർമല്യത്തോടെ മണവാളൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നു. ഇവരെ വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് കുരുത്തോലകൾ പിടിച്ചിരിക്കുന്നവരായിട്ട് വെളിപാടിലെ 7-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ സിംഹാസനത്തിന് മുന്നിലായിരിക്കുന്ന 144,000 പേരെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് 6-ാമത്തെ ആ മുദ്ര കഴിഞ്ഞ് ഒരു സ്വർഗീയ ദർശനം, ഒരു ഇടവേള പോലെ അവതരിപ്പിക്കുന്ന സ്വർഗീയ ദർശനമാണ്. അത് വരാൻ പോകുന്ന ആ ലോകത്തിൻ്റെ
പുതിയ ജെറുസലേമിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ജനത്തെയും വെളുത്ത വസ്ത്രം ധരിച്ച് കുരുത്തോലകൾ പിടിച്ചിരിക്കുന്നവരായിട്ടാണ്. അപ്പോൾ അത് കുഞ്ഞാടിന് വേണ്ടി അല്ലെങ്കിൽ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിമാരായിട്ട് അവരെ കാണാവുന്നതാണ്. ഇനി അവരെ വിശേഷിപ്പിക്കുന്നത് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചവരെന്നാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചവർ. അപ്പോൾ അത് നമുക്ക് എപ്രകാരം മനസ്സിലാക്കുവാൻ സാധിക്കും? ഒന്ന്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് അവർ. ഇനി രണ്ടാമത് നമുക്ക് ഇത് മനസ്സിലാക്കാവുന്നത്, ഇത് ആ യേശുവിൻ്റെ പാത പിന്തുടർന്ന് അവിടുത്തെ ആ സാക്ഷ്യത്തിൽ പങ്കുചേർന്നവർ. അപ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവരെന്ന് ഈ 144,000 പേരെ ഉപമിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാടിൻ്റെ പിന്നാലെ പോവുക, കുഞ്ഞാടിൻ്റെ സഹനത്തിൻ്റെ പാതയിലൂടെ നടന്ന് ആ സഹനത്തിൽ പങ്കുചേർന്ന് യേശുവിന് വേണ്ടി ആ വിശ്വസ്ത പുലർത്താനായിട്ട് സഹനങ്ങളും ഞെരുക്കങ്ങളുമൊക്കെ ഏറ്റെടുക്കുന്ന ആ ദൈവജനത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യത്തിൽ, യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്നവരാണ്. അപ്പോൾ അവർ സ്വയം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അവർ തന്നെ ഒരുങ്ങുന്നു. അപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ദൈവജനം യേശുവിനായിട്ട്, മണവാളനായിട്ട് സ്വയം അണിഞ്ഞൊരുങ്ങേണ്ടിയിരിക്കുന്നു, സ്വയം ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ബാബിലോണിൻ്റെ ആ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിച്ച് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ ജനത്തെയാണ് ഇവിടെ ഇപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് അവർ തന്നെ ഇതിനായിട്ട് ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഈ അണിഞ്ഞൊരുങ്ങലിൻ്റെയൊക്കെ അതിൻ്റെ സമാപന ദൃശ്യം എവിടെയാണ്? തീർച്ചയായിട്ടും അത് നിത്യസൗഭാഗ്യത്തിൽ തന്നെയാണ്. ഇനിയിവിടെ സ്വയം അണിഞ്ഞൊരുങ്ങുക എന്ന് പറയുമ്പോൾ അതിനും ചിലപ്പോഴൊക്കെ പൗരാണിക കാലത്തെ ചില ആചാരങ്ങളുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാറുണ്ട്. ചില സമൂഹങ്ങളിലൊക്കെ പഴയ കാലങ്ങളിൽ വധു തൻ്റെ വിവാഹത്തിനുള്ള വസ്ത്രം സ്വയം തുന്നേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ വധുവും തൻ്റെ ആ വിവാഹത്തിനായിട്ടുള്ള വസ്ത്രം സ്വയം ഒരുക്കേണ്ടിയിരിക്കുന്നു, എന്ന് വെച്ചാൽ അതിനായിട്ട് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ആ ജനത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷയ്ക്കായിട്ട് നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി ഇതിൻ്റെ മറുവശമാണ്, ഇത് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തിയാണെങ്കിലും ഇത് ദൈവത്തിൻ്റെ ദാനം കൂടിയാണ്. രക്ഷ ദൈവിക ദാനമാണ്. അപ്പോൾ അത് പിന്നീട് തുടർന്ന് പറയുന്നുണ്ട്. 8-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൾക്ക് ധരിക്കാൻ ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം നൽകപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ആ മൃദുല വസ്ത്രം വിശുദ്ധരുടെ നീതിപൂർവകമായ പ്രവൃത്തികളാകുന്നു. അവൾക്ക് ധരിക്കാൻ ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം നൽകപ്പെട്ടിരിക്കുന്നു, ദൈവം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് ആ വിവാഹ വസ്ത്രത്തിൻ്റെ മറ്റൊരു ചിത്രം. അതായത് രക്ഷ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കുന്ന രക്ഷ, നിത്യരക്ഷ, അത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് നമുക്ക് അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നെങ്കിലും അത് സ്വായത്തമാക്കുവാനായിട്ട് ഞാനും അതിനോട് പ്രത്യുത്തരം നൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ജീവിതം ഞാൻ നയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ആ വസ്ത്രം എന്ന് പറയുന്നത്, ഈ നിർമ്മല വസ്ത്രം എന്ന് പറയുന്നത് സ്വർഗത്തിലായിരിക്കുന്നവരുടെ വിശുദ്ധിയും നിർമ്മലതയുമാണ്. ബാബിലോൺ വേശ്യയുടെ ആ ആഡംബര വസ്ത്രത്തിന് വിപരീതമാണ് ഇവിടെയുള്ള ഈ നിർമ്മലമായ വസ്ത്രം. ബാബിലോൺ വേശ്യയുടെ ആ വസ്ത്രമെന്ന് പറയുന്നത് അത് അശുദ്ധിയുടെ പ്രതീകമാണ്, അക്രമത്തിൻ്റെ, അനീതിയുടെ ഒക്കെ പ്രതീകമാണ്. അപ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മണവാട്ടിയുടെ ഈ കുഞ്ഞാടിൻ്റെ വധുവിൻ്റെ വസ്ത്രം. അത് നിർമ്മലമാണ്, അത്
സ്നേഹത്തിനും വിശ്വസ്തതയിലും അത് നെയ്യപ്പെട്ടു തന്നെയാണ്. ഇനി ഈ വസ്ത്രം ഇത് ആരാധനവേളയിലും വിവാഹ വേളയിലും ധരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ വസ്ത്രം, ഈ നിർമ്മല വസ്ത്രം എന്ന് പറയുന്നത് അത് ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയെയും സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ മണവാട്ടിക്ക് ധരിക്കുവാനായിട്ട് ദൈവം തന്നെ അവൾക്ക് വസ്ത്രം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രക്ഷ ആത്യന്തികമായിട്ട് നൽകുന്നത് ദൈവം തന്നെയാണ് എന്ന് അർത്ഥമാക്കുന്നു. അപ്പോൾ വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഇനി ഈ വസ്ത്രം, ഈ വെളുത്ത വസ്ത്രം രക്തസാക്ഷികൾക്ക് നൽകുന്നത് നമ്മൾ വെളിപാടിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ 6-ാമത്തെ അധ്യായത്തിലും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചതാണ്. 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ബലിപീഠത്തിന് കീഴെയുള്ള ആ രക്തസാക്ഷികൾ കാണുന്നു. അപ്പോഴവർ ഇനി എത്ര നാൾ ഞങ്ങളിവിടെ അങ്ങ് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദൈവം ക്രിസ്തു അവർക്ക് ഒരു വെളുത്ത വസ്ത്രം കൊടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു കൊടുക്കുന്ന ആ വെളുത്ത വസ്ത്രം അത് രക്ഷയുടെ പ്രതീകം തന്നെയാണ്, അടയാളമാണ്. അത് തന്നെയാണ് ഇവിടെ വിവാഹ വസ്ത്രമായിട്ടും ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രതീകം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട യേശയ്യായുടെ പുസ്തകത്തിലെ 61-ാമത്തെ അധ്യായത്തിലെ ആ വാക്യം അത് ഒന്നുകൂടി നോക്കുന്ന വായിക്കാം. ഇവിടെ ധവള വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശയ്യ 61:10 ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാലി മണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം നൽകുന്ന രക്ഷ തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് പുതിയ നിയമത്തിലും ഈ ഒരു ആശയം നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു സഭയെ വിശദീകരിക്കുന്നു, വചനത്താൽ വെണ്മയുള്ളതാക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഇതേ ആശയം തന്നെ നമ്മൾ കാണുന്നുണ്ട്. 25, 26 വാക്യങ്ങൾ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. അപ്പോൾ സഭയെ വചനത്താൽ അവിടുന്ന് വെണ്മയുള്ളതാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഭയെ രക്ഷയുടെ പ്രതീകമായിട്ടുള്ള ആ വസ്ത്രം ധരിപ്പിക്കുന്നത് അത് ക്രിസ്തു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭയെ നിർമ്മലയായ വധുവിനെ ഭർത്താവിനെന്ന പോലെ ക്രിസ്തുവിന് നൽകുന്നതിനെക്കുറിച്ച് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ സൂചിപ്പിക്കുന്ന വേറൊരു പ്രയോഗം, അതും കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവളുടെ ആ മൃദുല വസ്ത്രം വിശുദ്ധരുടെ നീതിപൂർവകമായ പ്രവൃത്തികളാകുന്നു. അവളുടെ മൃദുല വസ്ത്രം വിശുദ്ധരുടെ നീതിപൂർവകമായ പ്രവൃത്തികളാകുന്നു. അപ്പം ഇത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിശുദ്ധരുടെ നീതിപൂർവകമായ പ്രവൃത്തി എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഒന്നാമത്തേത്, ഇത് യേശുവിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുചേരുക എന്നൊക്കെ മനസ്സിലാക്കാം. വിശുദ്ധരുടെ നീതിപൂർവകമായ പ്രവൃത്തികൾ. ഇപ്പം എന്താണ് വിശുദ്ധരുടെ നീതിപൂർവകമായ പ്രവൃത്തികൾ? അപ്പോൾ ദൈവത്തിൻ്റെ നീതിയിൽ, ക്രിസ്തുവിൻ്റെ നീതിയിൽ പങ്കുചേരുക എന്നാണ് അർത്ഥം. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുചേരുക. ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ ഒക്കെ അതിജീവിച്ച് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അഭംഗുരം കാത്തു സൂക്ഷിക്കുന്നതിനെ ഇത് അർത്ഥമാക്കുന്നു. അപ്പം ഇത് വെളിപാട് ഗ്രന്ഥത്തിൽ പലയിടത്തും ആവർത്തിച്ചിരിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുചേരുക. ദൈവവചനത്തും
യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനും സാക്ഷ്യം നൽകിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ 6:9, 11:7, 12, 11, 17, 24 അപ്പോൾ പലയിടത്തും ആവർത്തിച്ചിരിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ ഈ വിശുദ്ധരുടെ നീതിപൂർവമായ പ്രവൃത്തികൾ അത് ദൈവത്തിൻ്റെ നീതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തികളെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ നീതിപൂർവമായ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? തിന്മയെ ഇല്ലാതാക്കുന്ന ആ പ്രവൃത്തികളാണ്. അങ്ങനെയെങ്കിൽ ദൈവജനത്തിൻ്റെ പ്രവൃത്തികളും ഈ തിന്മയെ ഇല്ലാതാക്കുന്നത്, തിന്മയെ കീഴടക്കുന്നതും ഒക്കെ ആയിരിക്കണം. അപ്പോൾ നീതിപൂർവമായ പ്രവൃത്തി. ഇനി രണ്ടാമത്തെ ഒരു സാധ്യത വിശുദ്ധരെ പ്രതിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. അപ്പോൾ വിശുദ്ധരുടെയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. വിശുദ്ധരെ പ്രതി വിശുദ്ധർക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെയെങ്കിൽ ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവം മോചിപ്പിച്ച ദൈവജനം അതിൻ്റെ അടയാളമായ വസ്ത്രം ധരിച്ച് ക്രിസ്തുവിനോടുകൂടെ നടക്കുന്നു. അപ്പോൾ ദൈവം തന്നെ അവരെ വിശുദ്ധീകരിക്കുന്നു, ദൈവം തന്നെ അവരെ രക്ഷയിലേക്ക് ആനയിക്കുന്നു. അപ്പോൾ ആ രക്ഷയുടെ പ്രതീകമായിട്ടുള്ള ആ വസ്ത്രം, ധവള വസ്ത്രം ധരിച്ച് അവർ ക്രിസ്തുവിനോടുകൂടെ നടക്കുന്നു. അപ്പോൾ ഇവിടെ ദാനമായിട്ട് ലഭിച്ച ആ രക്ഷ നാം അത് സ്വായത്തമാക്കണമെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച ആ കാര്യങ്ങളനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാക്കണം. അതായത് ദൈവകൽപ്പനകൾക്ക് അനുസൃതമായിട്ടുള്ള പ്രവൃത്തികൾ വഴിയായിട്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ സ്വായത്തമാക്കുന്നത്. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പൗലോസ്ലീഹ പറയുന്ന ഒരാശയമുണ്ട്. ദൈവകൃപയ്ക്ക് അതിനുതകുന്ന പ്രത്യുത്തരം നൽകുക. അപ്പോൾ ദൈവം എനിക്ക് കൃപയായിട്ട് രക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി അത് സ്വായത്തമാക്കണമെങ്കിൽ, അത് എൻ്റേതാക്കി മാറ്റണമെങ്കിൽ അതനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാകണം. അപ്പോൾ എൻ്റെ പ്രത്യുത്തരമില്ലാതെ ആ രക്ഷ എനിക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ 2 മാനങ്ങൾ നമ്മൾ കാണുന്നു. ഒന്ന് ദൈവകൃപയുടെ ഒരു വശം, പിന്നെ മനുഷ്യപ്രയത്നത്തിൻ്റെ മറ്റൊരു വശം. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ് ഈ രക്ഷയെക്കുറിച്ചുള്ള ഇവിടെയുള്ള ആ സന്ദേശങ്ങൾ. അപ്പോൾ ദൈവം രക്ഷ അത് ദാനമായിട്ട് നൽകുന്നു, പക്ഷേ അത് സ്വായത്തമാക്കാനായിട്ട് ഞാൻ അതിന് യോജിച്ച പ്രത്യുത്തരം നൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രയോഗങ്ങൾ വീണ്ടും വെളിപാട് ഗ്രന്ഥത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. ഉദാഹരണം വെളിപാട് 3-ാം അധ്യായത്തിൽ 4 മുതൽ ഉള്ള വാക്യങ്ങളിൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി ചിലർ സാർദിസിലുണ്ട്. വിജയം വരിക്കുന്നവനെ ക്രിസ്തു വെള്ള വസ്ത്രം ധരിപ്പിക്കും. അപ്പോൾ വസ്ത്രം മലിനമാകാതെ ഇരിക്കുന്നവർ, അപ്പോൾ അവർ ആ ദൈവത്തോട് ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്നവരാണ്. ഇനി അതിന് പ്രത്യുത്തരമായിട്ട്, അതിൻ്റെ സമ്മാനമായിട്ട് ദൈവം വെള്ള വസ്ത്രം അവരെ ധരിപ്പിക്കും. അത് ദൈവം നൽകുന്ന ആ നിത്യരക്ഷയെ അത് സൂചിപ്പിക്കുന്നു. ഇനി അതുപോലെ തന്നെ 6:11 വിശ്വസ്ത സാക്ഷ്യം നൽകുന്നവർക്ക് ധവള വസ്ത്രം നൽകുന്നു നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ 2 ആശയങ്ങളും കൂടിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കുരിശുമരണം വഴിയായിട്ട് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു, പക്ഷേ അതിൽ പങ്കുചേരണമെങ്കിൽ അതിൽ നമ്മൾ കഴുകി വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് യോജിച്ച വിധത്തിൽ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് യോജിച്ച വിധത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഇവിടെ വധുവിൻ്റെ വിവാഹത്തിൻ്റെ ആ പ്രതീകം ഇവിടെ യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ രക്ഷയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട 2 ആശയങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു. ഒന്ന്, രക്ഷ ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ദാനമാണ്. രണ്ടാമത്തേത്, ഈ രക്ഷ ദാനമാണെങ്കിലും അത്
സ്വന്തമാക്കണമെങ്കിൽ ഞാൻ അതിന് യോജിച്ച പ്രത്യുത്തരം നൽകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ആശയങ്ങൾ ഇതിൻ്റെ പിന്നീട് വേറെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ കാണും. ഇവിടെ സ്വർഗരാജ്യത്തിൽ ഈ പുതിയ ജെറുസലേമിൽ എല്ലാവരും അംഗങ്ങളായി തീരും എന്ന് പറയുമ്പോഴും പിന്നെ പറയുന്നുണ്ട് ദുഷ്ടരും ദുർമാർഗികളും എല്ലാം ഇതിന് പുറത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ പിന്നെ കുറച്ച് പേര് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അത് അർത്ഥമാക്കുന്നത് അവരുടെ രക്ഷയ്ക്ക് അനുയോജ്യമായ വിധത്തിലുള്ള പ്രത്യുത്തരം നൽകുവാനായിട്ട് അവർ തയ്യാറായില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷ അത് സമാഗതമായിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത ഇവിടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രക്ഷ സ്വായത്തമാക്കണമെങ്കിൽ, അത് സ്വന്തമാക്കണമെങ്കിൽ നാം അതിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്യണം എന്ന് പറയുന്നു. അത് ആരാധന സമൂഹത്തോടുള്ള ആഹ്വാനമാണ്, സന്ദേശമാണ്. കേൾവിക്കാരായ നമുക്കും ദൈവം തരുന്ന ആഹ്വാനം തന്നെയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്കനുസൃതം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, അതിന് പ്രത്യുത്തരം നൽകുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.